കമ്മീഷൻ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ടെങ്കിലും അതേപോലെ പുരുഷ കമ്മീഷൻ വേണമെന്നും നാളെ ഒരു ദീപക് ഉണ്ടായിരുന്നു. ഇപ്പൊ നീ പൊന്നല്ലടാ, തങ്കമല്ലേ, തനി തങ്കം. ദീപകിന്റെ ടച്ച് ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യര് നമുക്കിടയിലുണ്ട്. ഞാൻ ഒന്നാമത്തെ കാര്യം അക്യൂസ്ഡ് ആയിട്ടുള്ള സ്ത്രീയുടെ പേര് പറയാതിരിക്കുക. ചോദിക്കാനും പറയാനും ഇവിടെ ആണുങ്ങളുണ്ടോ നാളെ അറിയട്ടെ. എന്ത് വിട്ടിത്തരമാണ് ഇവൻ പറയുന്നത്? അതെ, അവർക്ക് എന്നാൽ ഈ കേസിലെ അതിജീവിതയെ കുറിച്ച് പറയുക. ഈ കേസിലെ അതിജീവിത ദീപകിനെ കൊല. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാം? ഞങ്ങളും ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളാ. അപ്പൊ ഞങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു യുവതിക്ക് നേരെ അല്ലെങ്കിൽ എനിക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ പ്രതികരിക്കും. അത് ആര് കൂടെ ഉണ്ടെന്നൊന്നും നമ്മൾ നോക്കത്തില്ല. ഇതിപ്പോ ദീപകിന് സംഭവിച്ചത് ദീപകിന് നീതി കിട്ടണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? വ്യാജ പരാതിന്മേൽ നമുക്ക് നടപടി ഉണ്ടാവണം. ദീപകിന് ടച്ച് ചെയ്ത് നമ്മളെ 1-2 പ്രാവശ്യം നമ്മൾ സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല. അത് പ്രതികരിക്കാം. ഇത്ര ഇതെടുത്ത് ഫോണിലെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കത് വേറെ രീതിയിൽ പ്രതികരിക്കാമായിരുന്നു. ഇങ്ങനെയല്ല, ഒരു പക്ഷെ ആ ജീവൻ ഇപ്പൊ നിലനിൽക്കുമായിരുന്നു. അങ്ങനെ പറഞ്ഞു കൊടുക്കണ നമ്മളെ അത് തന്നെയാ സാറേ എനിക്കും പറയാനുള്ളത്. നമുക്കറിയാം ദീപകിന്റെ ഒരു അവസ്ഥ, ഇന്ന് അവരുടെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസം. ഏതൊരു സ്ത്രീക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ കുട്ടി ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്തതാണെന്ന്. പക്ഷെ നമ്മുടെ അടുത്ത ഒരാൾ എന്തെങ്കിലും ഒരു മോശം എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നോ പറയാനുള്ള അവസരമുണ്ട്. അപ്പോ ഈ പെൺകുട്ടി ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? വീഡിയോ കാണുമ്പോൾ അറിയാം ഇത് മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിൽ കാശുണ്ടാക്കാനുള്ള കളി തന്നെയായിരുന്നു എന്ന്. ആ നല്ല ചെറുപ്പക്കാരനെ വെറുതെ സംശയിച്ചു. അപ്പൊ ആവർത്തിച്ച് ഞങ്ങൾ ആ വീഡിയോ കണ്ടപ്പോഴൊക്കെ ഞങ്ങൾക്ക് തോന്നി ആ കുട്ടി അങ്ങോട്ട് കയറി ചെന്ന് അദ്ദേഹവുമായിട്ട് ടച്ച് ചെയ്യാൻ ഭാഗത്തിന് നിന്ന് വീഡിയോ എടുക്കുന്നതായിട്ട് തോന്നി. അല്ല പിന്നെ വിധിച്ചു എല്ലാരും കൂടെ. അത് തെറ്റാണ്. ഒരുമാതിരി ചെറ്റ വർത്താനം രക്ഷപ്പെടാൻ നോക്കരുത്. പക്ഷെ വീഡിയോ എടുത്തിട്ട് അത് പോലീസ് സ്റ്റേഷനിൽ പോയി കാണിക്കാണ് വേണ്ടത്. എന്ത് ചെയ്യാം, ഹതഭാഗ്യരായവർക്ക് ദൈവം തലച്ചോറ് കൊടുത്തില്ല, അതിന്റെ പേരിൽ ബുദ്ധിയുമില്ല. പ്രതികരിക്കുന്ന രീതിയാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യല്ല വേണ്ടത്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ശത്രുവിന് പോലും ഇങ്ങനെ ഒരു ഗതി വരുത്തില്ലേ അണ്ടവാ.